അന്ധതയുള്ള കുറച്ച് പേര് ആന എന്ന മൃഗം അത് എങ്ങനെയുള്ള ജീവിയാണെന്ന് അറിയുവാനായി അവർ പോയി. അവർക്ക് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന് അവർ അവതരിപ്പിച്ച വിഭിന്നങ്ങളായ അഭിപ്രായങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തൊരു വളരെ ചുരുക്കമാണ്. ഇത് സംഭവിച്ചിട്ടുള്ളതാണോ ഇല്ലയോ എനിക്കറിയില്ല. ഞാനും കേട്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ ഈ കഥ ഒരു അർത്ഥപൂർണമായി തീരുന്നത് വിശുദ്ധ ബൈബിളിൽ നിന്ന് യേശുവിനെക്കുറിച്ച് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ചില വാക്യങ്ങൾ വായിച്ചിട്ട് യേശുവിനെക്കുറിച്ച് അവതരിപ്പിക്കുന്നവർ ധാരാളമുണ്ട്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു പക്ഷേങ്കിൽ മുൻകാല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വേറിട്ട ചിന്തകളെന്നുള്ള ഈ വചന പഠന ചാനൽ കേൾക്കുന്നവർ വിശുദ്ധ ബൈബിൾ പറയുന്ന യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു, മൂന്ന് ആളുകളല്ല കേട്ടോ, യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ലഭിക്കാത്തത് കൊണ്ട് ആർക്കും വിശ്വാസത്തിൽ അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള ആ ഒരു മനസ്സിലാക്കലിൽ അടിയുറച്ച് നിൽപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞു കേട്ടതാണ്, ഒരു സഹോദരൻ ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നൊരു സഹോദരൻ. അദ്ദേഹം ആദ്യം സത്യമായ വചനം കേട്ടു, അങ്ങനെ താൻ വിശ്വാസത്തിൽ വന്നു, ആത്മാവിൻ്റെ അഭിഷേകമെല്ലാം പ്രാപിച്ച് ദൈവത്തെ ആരാധിച്ചു പോകുന്ന ഒരു വ്യക്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ക്ലാസ് കേട്ടു. അപ്പോൾ യേശു ദൈവമല്ല എന്ന്. ആ വിഭാഗക്കാർ 3 തരം ദൈവത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന്, സർവശക്തനായ ദൈവം, അതായത് യഹോവ. 2, വീരനാം ദൈവം, അത് യേശു. 3, ദൈവങ്ങൾ, അത് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർ. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സാധാരണ ഒരു സ്റ്റേഷനിൽ കാണുമല്ലോ, സർക്കിൾ കാണും, SI കാണും, ASIയോ ഹെഡ് കോൺസ്റ്റബിളോ, അങ്ങനെയൊക്കെ ഈ ഗ്രേഡ് പലതായി ഈ പോലീസ് സ്റ്റേഷനുണ്ടല്ലോ ഉദ്യോഗസ്ഥർ. അതുപോലെ സർവശക്തനായ ദൈവം, അല്പം കൂടി താഴെ വീരനാം ദൈവം, അതിൻ്റെ താഴെ ദൈവങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഉപദേശം കേട്ട് കുറേ നാൾ അതിൻ്റെ കൂടെ പോയപ്പോഴാണ് വേറൊരാൾ മറ്റൊരു ഉപദേശമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചടി. ഇതിൻ്റെയൊക്കെ കാരണമെന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിളിലെ വചനപ്രകാരം യേശു ആരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് സകലവിധ തെറ്റിദ്ധാരണകളും മാറി വ്യക്തമായൊരു അവബോധം യേശു ക്രിസ്തുവിനെക്കുറിച്ച് ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് ഈ വചന പഠന ക്ലാസ് ഇടുന്നത്. ഒരു പക്ഷേങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പല വാക്യങ്ങളോ ആശയങ്ങളോ ഇതിനകത്ത് ആവർത്തിച്ച് പറഞ്ഞു എങ്കിൽ തന്നെയും സ്ഥിരമായി കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ആവർത്തന വിരസത ഉണ്ടാകരുതേ. പുതിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വചനം മാല കോർത്ത് അവതരിപ്പിക്കുന്നത് പോലെ ഈ പഠന ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുമെന്ന് വളരെ വ്യക്തമാണ്. ആർക്കെങ്കിലും ഇതിനോട് വിയോജിപ്പോ അതല്ല ഇങ്ങനെയാണ് എന്ന് പറയുവാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വളരെ സ്വതന്ത്രമായ ഒരു മനുഷ്യനാണ്. ഏതു സമയത്തും വിളിക്കാം, സ്നേഹ സൗഹാർദ്ദത്തിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ ശാബദകാരനോട് സംസാരിച്ച ശൈലിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ, അതാണ് എൻ്റെ ഒരു പൊതുശൈലി. അപ്പോൾ അതുകൊണ്ട് ഏത് സമയത്തും വിളിക്കാം, ആർക്കും വിളിക്കാം, സംസാരിക്കാം. സംസാരത്തിൻ്റെ റൂട്ട് തെറ്റുമ്പോൾ അത് കട്ട് ചെയ്യാനുള്ളതായ സ്വിച്ച് എൻ്റെ ഫോണിനകത്തുണ്ട്, അത് നിങ്ങളുടെ ഫോണിനകത്തും ഉണ്ട്, നിങ്ങൾക്കും അത് ഉപയോഗിക്കാം. ഈ കഴിഞ്ഞൊരു ദിവസം ഞാനൊരു പാട്ട്, ഒരു ചിൽഡ്രൻസ് സോങ്, ഈ കുട്ടികൾക്ക് BBSനൊക്കെ പാടാൻ വേണ്ടി ഒരു പാട്ട് ഞാൻ ചെയ്തതിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായി. അപ്പോൾ അത് കേട്ടിട്ട് ഈ കൊല്ലത്തുനിന്ന് അജിത്ത് എന്നാണ് തൻ്റെ പേരെന്നാണ് പറയുന്നത്, ശരിയായ പേരാണോ എന്ന് എനിക്കറിയില്ല. തൻ്റെ രീതിയെ കണ്ടിട്ട് ശരിയായ പേര് പറയാനും സാധ്യതയില്ല. അദ്ദേഹം ഞാനായിട്ട പാട്ടിനെക്കുറിച്ച് തൻ്റെ ചില മനസ്സിലാക്കലുകൾ മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിച്ച് ഞാനത് ഇതിനകത്ത് കൂട്ടിച്ചേർക്കുന്നില്ല. സാധാരണ ഈ ദുരുപദേശങ്ങളൊക്കെ പറയുന്നവരുടെ വീഡിയോകൾ ഞാൻ കട്ട് ചെയ്ത് ഇതിനകത്ത് ഇടാറുണ്ട്. അവരൊക്കെ അല്പം നിലവാരമുള്ള ഒരു രീതിയിലായതുകൊണ്ട് ഞാനത് അങ്ങനെ ചെയ്തു. പക്ഷേ ഇത് അങ്ങനെ ഇടാൻ പറ്റുന്ന നിലവാരത്തിൽ അല്ല, അതിനേക്കാൾ വളരെ ലോ ആയി പോയതുകൊണ്ട് ഞാനതെടുത്ത് ഇതിനകത്ത് ഇടുന്നില്ല. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്നും പറഞ്ഞാണ് അദ്ദേഹം ഒരു
ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റോമൻ കത്തോലിക്കർക്കാണെങ്കിൽ പോപ്പ് ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ കീഴിലുള്ള ഒരു പ്രവർത്തകരും ഒരു വിശ്വാസികളും അതിനെ നിരസിക്കത്തില്ല. അവർ വളരെ ബഹുമാനത്തോടു കൂടി അതനുസരിക്കും. അതുകൊണ്ട് തന്നെ പോപ്പിന് അങ്ങനെ പറയുവാനുള്ള ആജ്ഞാപിക്കാനുള്ള അധികാരം ആ സഭ അവർക്ക് കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിരസിക്കുന്നവരില്ല. അത്രയ്ക്കും ഭയത്തോടു കൂടിയാണ് അവർ കേൾക്കുന്നത്. എന്നതുപോലെ തന്നെ ലോകത്തിൽ ആകമാനമുള്ള ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യത്തക്ക നിലയിൽ ഒരു അധികാരം താൻ സ്വയമായി ആർജിച്ചെടുത്തു. താൻ സ്വയപ്രഖ്യാപിത സാർവലൗകിക പോപ്പാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഈ ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്കെന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നത്. അത് എത്ര പേര് കേട്ടിട്ടുണ്ട്, എത്ര പേരത് സ്വീകരിക്കുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. അതല്ല നമ്മുടെ വിഷയം. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ അനുസരിച്ച് യേശുവിന് 2058 വയസ്സ് പ്രായമാണുള്ളത്. കാരണം ഇത് 2025 അപ്പോൾ അതിന് മുൻപ് യേശു 33.5 വർഷം ജീവിച്ചിരുന്നു. താൻ അങ്ങനെ കണക്കൂട്ടിന്ന് എനിക്കറിയാൻ പാടില്ല. താനും ഇതിൽ പറയുന്നുണ്ട് 2058 വയസ്സാണ് യേശുവിനുള്ളതെന്ന്. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ അന്ധന്മാർ ആനയെ കാണാൻ പോയി ഒരാൾ കാലെടുത്ത് തൊട്ടിച്ച് പറഞ്ഞു ആന തൂണ് പോലെ ഇരിക്കുന്നത്, അടുത്തയാളുടെ പിടുത്തം കിട്ടിയത് ചെവിയിലായിരുന്നു. അപ്പോൾ ആന മുറം പോലെയാണ് ഇരിക്കുന്നത്, അടുത്തയാൾ പിടിച്ചത് വാലയിലായിരുന്നു, ചൂല് പോലെ. അപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ രീതിയിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓരോ വാക്യങ്ങൾ പൊക്കിയെടുത്തിട്ട് യേശു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു അവലോകനം, ഒരു സ്ത്രീയും ഒരു പുരുഷനും അവർ യേശുവിനെക്കുറിച്ച് ഭയങ്കര പഠനം നടത്തുക. യേശു മനുഷ്യനായിരുന്നു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അതുകൊണ്ട് ദൈവത്തിന് മരിക്കാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. ഞാനങ്ങ് ഓർത്ത് പോയി, എന്തിനായി അവരവർക്ക് എടുക്കാൻ പറ്റുന്ന ചുമടെടുത്താൽ പോരെ. ഞങ്ങളുടെയൊക്കെ ഹൈ റേഞ്ചിൽ വലിയ മലകളുണ്ട്, കിലോമീറ്റർ കണക്കിന് നീളമുള്ള പാറകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ട ഒരുവിധ ആരോഗ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അത് എനിക്ക് കിട്ടിയൊരു മതിപ്പാണ്. അത് ഞാൻ ഈ വലിയ മലയുടെ അടിയിൽ ചെന്ന് ഞാനിപ്പോൾ ഇത് പൊക്കുമെന്നും പറഞ്ഞു നിന്നാൽ നിങ്ങൾക്ക് എന്നോടുള്ളതായ മതിപ്പ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ? അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിശുദ്ധ ബൈബിളിലെ വചനം, വിശേഷാൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള, യേശുവിനെക്കുറിച്ചുള്ള വെളിപ്പാട് പഠനം, അതൊക്കെ നിങ്ങളിവിടെ വലിയ ഡിഗ്രിയും ഡോക്ടറേറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ സമൂഹത്തിൽ വേറെ നിലവാരത്തിൽ കാണിച്ച് നിങ്ങളുടെ ആ ഒരു അപ്പോൾ നിങ്ങൾക്കുള്ള അറിവുകളൊക്കെ നിങ്ങൾ സമൂഹത്തിൽ മറ്റു പല രീതിയിലും വെളിപ്പെടുത്തി നിങ്ങളുടെ പഠനവും കഴിവും അറിവൊക്കെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്താൻ നോക്ക്. വിശുദ്ധ ബൈബിളിൽ കയറി പിടിച്ചു വെറുതെ ഉള്ള നല്ല ഇമേജ് സമൂഹത്തിൽ നഷ്ടമാക്കി കളയല്ലേ. ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ദൈവവചനമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വചനം പഠിച്ചെങ്കിലേ വചനത്തിന് മർമ്മങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ശ്രോതാവ് എനിക്ക് ഈ തിരുവോസ്തിയിൽ യേശുവിൻ്റെ രൂപം തെളിഞ്ഞെന്നും പറഞ്ഞൊരു പടവും ഒരു വീഡിയോ ഒക്കെ എനിക്ക് ഇട്ട് തന്നു. ഞാനതിനൊരു എൻ്റെ ഒരു വിലയിരുത്തൽ വാക്കുകൾ ഞാനകത്ത് അവതരിപ്പിച്ചു. അതിനാ സഹോദരൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു സംശയമായിട്ട് ചോദിച്ചത്, ആ സംശയത്തിന് മറുപടി തന്നിട്ടിരിക്കുക. അത് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചാലേ ശരിയാവുള്ളൂ. കാരണം അദ്ദേഹം എന്നോട് ഒരിക്കലും അതിനോട് ആകാംക്ഷയോട് കൂടി ചോദിച്ചതാണ്, ബ്രദർ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് മറ്റു പുസ്തകത്തിൽ നിന്നുള്ളത്. ഞാൻ പറഞ്ഞു, ഞാനൊരു പുസ്തകവും ഞാൻ റെഫർ ചെയ്യാറില്ല, ആരുടെയും ഒരു പുസ്തകം ഞാൻ വായിക്കാറേ ഇല്ല. ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു പഠന ക്ലാസുകളിലും ഞാൻ അത് അവതരിപ്പിക്കാറില്ല. പിന്നെ എങ്ങനെ ബ്രദർ ഇത് പഠിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥനയോടെ ദൈവവചനം വായിക്കുന്നു, ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ തരുന്ന വചനങ്ങളും ചിന്തകളും ഞാൻ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിന് താൻ മറുപടി ഇട്ടതാണ്. അപ്പോൾ തന്നോട് ഞാൻ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിൽ വൈരുദ്ധ്യങ്ങളുണ്ടാകത്തില്ല. ഒന്ന്, അത് വിമർശനാത്മകമായി മാറത്തില്ല. ആർക്കുടെ മുമ്പിൽ ആ പഠനത്തിൽ മുട്ടുമടക്കേണ്ട ആവശ്യം വരത്തില്ല. അതുകൊണ്ട് എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നു. ആർക്കെങ്കിലും അത് തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ മുന്നോട്ട് കടന്നു വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചല്ല കൂടുതൽ പറഞ്ഞു വരാൻ താല്പര്യപ്പെടുന്നത്. കൊല്ലംകാരൻ അജിത്ത്, അതായത് ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന് പറഞ്ഞ് സർവലൗകികമായി ക്രിസ്ത്യാനികൾക്ക് അനൗൺസ്മെൻറ്റ് കൊടുക്കുന്ന ഈ സ്വയം പ്രഖ്യാപിക്കുന്ന പോപ്പ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ പറയുന്നത് യേശുവിന് 2058 വയസ്സ് പ്രായമുള്ളൂ. അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഞാൻ ചെയ്ത പാട്ടിനകത്ത് മാനത്ത് മിന്നുന്ന താരങ്ങളും വാനിൽ പറക്കുന്ന പക്ഷികളും
അതെല്ലാം യേശുവിൻ്റെ സൃഷ്ടിയല്ലേ? താൻ ചോദിച്ചൊരു ചോദ്യം ഇതാണ്. എനിക്ക് വളരെ കൗതുകം തോന്നിയൊരു ചോദ്യമാണ്. യേശുവിന് 2058 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഈ മാനത്ത് വിരിയുന്ന നക്ഷത്രങ്ങളും ഇവിടുത്തെ മുല്ലയ്ക്കും ചെടിക്കും ഒക്കെ ഇത്രയും പ്രായമുള്ളോ അടിവാരിക്കാരാന്നുള്ള രീതിയിലാണ് താൻ ചോദിക്കുന്നത്. തൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ ആ കാലെ തൊട്ട് നോക്കിയിട്ട് ആന തൂണ് പോലെ ഇരിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കുറ്റം പിരിക്കേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് അത് അത്രയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഉണ്ടെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇതിനകത്ത് പറയാൻ പോകുന്നൊരു കാര്യം വളരെ ഗൗരവപൂർവമായ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പഠിച്ചാൽ യേശുവിനെക്കുറിച്ചുള്ള എന്തെല്ലാം പഠിപ്പിക്കൽ വന്നാലും നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അവരുടെ പഠനത്തിൻ്റെ കീഴിൽ നിങ്ങൾ വിധേയപ്പെട്ടു പോകാൻ ഇടവരത്തില്ല. അത്രയ്ക്കും തെളിവുകളോട് കൂടിയാണ് കാര്യം പറയുന്നത്. ആദ്യം നമ്മൾ പഠിക്കുന്നത് പേരിനെ കുറിച്ചാണ്. അതായത് മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിലാണ് ഈ പേരിനെ കുറിച്ച് പറയുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് അവന് യേശുവെന്ന് പേർ വിളിക്കണം. ഇവിടെ ഈ ദൂതൻ പറയുന്ന കാര്യത്തിൽ 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, അവന് യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറയുമ്പോൾ ആ വിളിക്കേണ്ടുന്ന പേരെന്താണെന്ന് പറയുന്നു. 2, ആ പേര് ഇടുവാനുള്ള കാരണവും പറയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ വളരെ കുറച്ച് പേർക്ക് ഇട്ടിട്ടുള്ളൂ. യോഹന്നാൻ ദൈവം നിർദ്ദേശിച്ച പേരാണ്. അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പോൾ ഇവിടെ പിതാവായ ദൈവം തന്നെ ജനിക്കാൻ പോകുന്ന ശിശുവിന് പേര് നിർദ്ദേശിക്കുകയാണ്. അത് യേശു എന്നായിരിക്കണം. അപ്പൻ്റെയോ അമ്മയുടെയോ ബന്ധുമിത്രാദികളുടെയോ ഇഷ്ടപ്രകാരം ഒരു പേരിടരുത്. ഇവിടെ അപ്പനും അമ്മേ എന്ന് ഞാൻ പറയുന്നത് ജനവീക്ഷണത്തെ വിലയിരുത്തി പറയുന്നതാണ്, അല്ലാതെ ബൈബിൾ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല. 2, ആ പേര് നിർദ്ദേശിക്കാനുള്ള കാരണം പറയുന്നുണ്ട്. അവൻ അവരുടെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന് പേര് വിളിക്കണം. യേശു എന്നുള്ള പേര് മലയാളീകരിച്ച് വന്നതാണ്. അതാദ്യം മനസ്സിലാക്കുക. മലയാളികളായ നമ്മളാണ് യേശു എന്ന് പറയുന്നത്. നമ്മളുടെ ബൈബിളിൽ യേശു എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ യേശു എന്ന് പറയുന്നത്. അവിടെ വിളിച്ചത് യേശു എന്നല്ല. ലോകത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തർജ്ജമ ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരേ ഒരു പേര് യേശുവിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. എൻ്റെ പേര് ഡേവിഡ് എന്നുള്ള പേര് ഞാൻ ഏത് ഭാഷക്കാരുടെ ഇടയിൽ ചെന്നാലും എൻ്റെ പേര് ഡേവിഡൻ തന്നെയായിരിക്കും. അത് തർജ്ജമ ചെയ്യാൻ പോകുന്നില്ല. ഇവിടെ തർജ്ജമ ചെയ്യാനുള്ള കാരണം ഈ പേരിൽ അന്തർലീനമായിരിക്കുന്ന, തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന തൻ്റെ ചുമതലയുടെ അല്ലെങ്കിൽ ദൗത്യത്തിൻ്റെ തന്നിലൂടെ വെളിപ്പെട്ടു വരേണ്ട കൃത്യത്തെ പല ഭാഷകളിലും പല വാക്കുകളിലൂടെ പറയുന്നത് കൊണ്ട് ആ പ്രവൃത്തിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ പേര് വന്നത്. എന്ന് പറഞ്ഞാൽ അവൻ രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് അവൻ്റെ പേര് രക്ഷകൻ എന്നായിരിക്കണം. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ രക്ഷകൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി രക്ഷിക്കുക എന്നുള്ളതാണ്. രക്ഷിക്കുക എന്നുള്ള ആ പ്രവൃത്തിയുടെ മലയാളം വാക്കുകളിൽ രക്ഷിക്കുക എന്ന് വന്നപ്പോൾ നമുക്ക് രക്ഷകൻ എന്നുള്ള പേരും അല്ലെങ്കിൽ യേശു എന്നുള്ള പേരും ലഭിച്ചു. അപ്പോൾ ആ പേര് കൊടുക്കുന്നത് മറിയമിലൂടെ ഒരു മനുഷ്യ ശിശുവായി ജനിച്ചു വന്നപ്പോഴാണ് പേരിടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും വിഷയത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ഇത് ആരുടെ ഉള്ളിൽ അത്ര ശ്രദ്ധയായി കയറാറില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ വിശദീകരിച്ച് ലഘുവായി പറയുന്നത്. ആ ശരീരമെന്ന് പറയുന്നത്, അതിൻ്റെ വിശദീകരണം ഞാൻ പിന്നീട് കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീരുവാൻ ഒരു ജഡം ആവശ്യമായതുകൊണ്ട് ആ ജഡമെടുത്തു വന്നവനാണ് യേശു എന്ന് പറയുന്ന മനുഷ്യൻ. അതിൻ്റെ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ദൈവമായി വന്നാൽ ദൈവം മരിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് ചില മതക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ക്രിസ്ത്യാനികളുടെ ദൈവം മരിച്ചോ? മരിക്കുന്ന ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്നൊക്കെ ചോദിക്കില്ലേ? ഇതുവരെ ആ ചോദ്യം അസ്ഥാനത്താണ്. അത് വിഡ്ഢിത്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ചോദ്യമാണ്. മറിച്ച് യേശു മനുഷ്യനായി വരാതെ ദൈവമായി തന്നെ വന്നിട്ട് മരിക്കുകയായിരുന്നെങ്കിൽ ആ ചോദ്യം അർത്ഥപൂർണമായി മാറുമായിരുന്നു. നമ്മുടെയൊക്കെ ദൈവം മരിച്ചെന്ന് പറയേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ജഡമെടുത്ത് വന്നതിൻ്റെ കാരണം
ഒരു മനുഷ്യനായി ഇവിടെ വന്ന് ജീവിച്ച് മനുഷ്യ വർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമായി തീരുവാനാണ്. അതിൻ്റെ മറ്റു ചില ചിന്തകൾ പിന്നാലെ വരുന്നു. ആ യേശു എന്നുള്ള പേരിൽ വരുന്നതിന് മുൻപ് യേശു ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. യേശു തന്നെ പറയുന്നുണ്ട്, അബ്രാഹാമിന് മുൻപേ ഞാൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നുണ്ടായിരുന്ന പേരെന്താണ്? ഇതൊരു അല്പം താർക്കിക വിഷയമാണ്. ഞാൻ ഒരിക്കലും ഇതിനെക്കുറിച്ച് പഠനമിട്ടപ്പോൾ ചിലരൊക്കെ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ദുരുപദേശം പറയല്ലേ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ. പക്ഷേ വിശദീകരണവും വചന തെളിവും വന്നപ്പോൾ ഒടുവിൽ അവർ സമ്മതിച്ചു മാറി. വേറെ ആരുടെ ബന്ധക്കോ സമൂഹത്തിൽ തന്നെയാണ് ചോദ്യം വന്നത്. അവൻ്റെ പേരെന്തായിരുന്നു ചോദിച്ചാൽ ഞാൻ പറയുന്നു, യേശു എന്ന പേരിൽ വരുന്നതിന് മുൻപ് പേര് വചനമെന്നായിരുന്നു. അത് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു. ആ വചനം ദൈവമായിരുന്നു, അത് ദൈവത്തോട് കൂടെ ആയിരുന്നു. അതിൻ്റെ വിശദീകരണം പിന്നാലെ വരുന്നുണ്ട്. വചനമെന്നായിരുന്നു പേര് എന്നതിന് വേറെ തെളിവുണ്ടോ? ഉണ്ട്. ആത്മവിവശതയിലായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടന്ന് തൻ്റെ വെളിപ്പാടുകൾ കുറിക്കുമ്പോൾ അതിൻ്റെ 19-ാം അധ്യായത്തിന് 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു. ദൈവവചനമെന്ന് പേർ പറയുന്നു. ആ ദൈവവചനമെന്ന പേരിലുണ്ടായിരുന്നവൻ അവൻ ജഡമെടുത്തു വന്നതാണ് യേശു. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 19-ാം അധ്യായത്തിൽ പറയുന്ന പേര് ഇനി വരുവാനുള്ള പേരല്ല. അങ്ങനെ ആരെങ്കിലും വാദിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, അതായത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതും ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത്, യേശു തന്നെ പറയാണ്, എൻ്റെ പിതാവിൻ്റെ നാമവും എൻ്റെ പിതാവിൻ്റെ നഗരമായ യെരൂശലേമിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും. മനസ്സിലായല്ലോ? അപ്പോൾ യേശുവിന് ഒരു പുതിയ നാമം വരുവാൻ പോകുന്നു. അത് വെളിപ്പാടിൻ്റെ 19-ന്റെ 13-ൽ പറയുമ്പോൾ അവൻ എഴുതിയിട്ടുള്ളൊരു നാമമുണ്ട്, അത് ആർക്കും അറിയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, ആർക്കും അറിയില്ലാത്ത പേരാണെങ്കിൽ അത് വെളിപ്പെടുത്തിയിട്ടില്ലല്ലോ. അപ്പോൾ ദൈവവചനം പേർ എന്ന് മുൻപ് പറയുകയും ചെയ്യുമ്പോൾ ആ പേരല്ല ഈ പേര് എന്നുള്ള വ്യക്തമായല്ലോ. അതെ, വ്യക്തമാണ്. കാരണം ദൈവം എന്നുള്ള പേര് മുൻപേ പറഞ്ഞു കഴിഞ്ഞു, എന്നിട്ട് ആർക്കും അറിയില്ലെന്ന് പറയുമ്പോൾ ആ വാക്കിന് അർത്ഥമില്ലാതെ പോകും. യേശുവായി ജനിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന പേരാണ് ദൈവവചനം എന്ന പേര്. അതാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു, ആ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. അപ്പോൾ ഈ ദൈവമെന്ന് പറയുന്ന നമ്മുടെയൊക്കെ സങ്കല്പത്തിലേക്ക് വരുന്നുള്ള പിതാവാൻ ദൈവം, ആ ദൈവത്തിൻ്റെ പേര് യഹോവ എന്നായിരുന്നു. അത് യെശയ്യാപ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവൻ്റെ നാമം. അപ്പോൾ ഈ പിതാവാൻ ദൈവത്തിന് യഹോവ എന്നുള്ള നാമവും പുത്രനായ യേശു മനുഷ്യനായി ജനിക്കുന്നതിന് മുമ്പ് ദൈവവചനം എന്ന് പേർ. ആ വചനം ജഡമായി തീർന്നുവെന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ വചനം ജഡമായി തീരണമെങ്കിൽ ജഡമാകുന്നതിന് മുൻപ് എന്തുണ്ടായിരുന്നു? വചനമുണ്ടായിരുന്നു. അപ്പോൾ ആ വചനമാണ് ജഡമായി തീർന്നത്. വചനമെന്ന പേരിലുണ്ടായിരുന്നപ്പോൾ പദവി എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു. 1, ദൈവമായിരുന്നു. 2, ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ അവിടെ പദവി എന്തായിരുന്നു വെച്ചാൽ അവൻ ദൈവമായിരുന്നു. 2, ദൈവത്തോട് കൂടെയായിരുന്നു. അപ്പോൾ കൂടെ ആയിരിക്കണമെങ്കിൽ മറ്റൊന്നുണ്ടായിരിക്കണമല്ലോ. അതാരാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, പക്ഷേ അതിന് ഉറപ്പിക്കാനുള്ള തെളിവും ഞാൻ പിന്നാലെ തരാം. അപ്പോൾ ആ ദൈവത്തോട് കൂടെയായിരുന്നപ്പോൾ അത് ഏത് സ്ഥാനത്തായിരുന്നു എന്ന് ഉറപ്പിക്കുന്ന വാക്യം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ, ഏത് രൂപത്തിൽ? ദൈവരൂപത്തിലിരിക്കെ. 2, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ. സമത്വം എന്താണ്? സമത്വം എന്നുള്ള വാക്കിന് യേശുവിൻ്റെ ദൈവത്വം നിഷേധിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, സമത്വം എന്നുള്ള വാക്കിന് നിങ്ങൾ എന്താണ് അർത്ഥം കൽപ്പിക്കുന്നത്? ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ പഠിക്കുന്നു, അതിൽ ഒരാൾ 100 മാർക്ക് മേടിച്ചു, ഒരാൾ 99.25 മാർക്ക് മേടിച്ചു, ബാക്കിയുള്ളവർ 90 താഴെ മേടിച്ചു, പിന്നെ 80, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് കൂട്ടുക.
ഈ 100 മാർക്കിനോട് സമത്വം എന്ന് പറയണമെങ്കിൽ 99.25 മാർക്കുകാരനെ 100 മാർക്കിന് സമത്വമായി വന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. സമത്വമെന്ന് പറയണമെങ്കിൽ നിശ്ചയമായും 100 മാർക്ക് തന്നെ ഉണ്ടായിരിക്കണം. അതല്ലേ സമത്വം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പിതാവാം ദൈവത്തിനുണ്ടായിരുന്ന പദവിയിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കുറവുണ്ട് എങ്കിൽ സമത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? പക്ഷേ യേശു മനുഷ്യനായിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനെന്ന്. അത് വളരെ ശ്രദ്ധിക്കുക. എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവൻ. എന്തോന്നാണ് വിളിച്ചത്? പിതാവ്. ഏത് സ്ഥാനത്ത് നിന്ന് വിളിക്കുന്നു? പുത്രൻ എന്ന സ്ഥാനത്ത് വിളിക്കുന്നു. ഞാനിത് മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് പറയാം. ഒരു വീട്ടിലെ ചന്ദ്രൻ എന്ന മനുഷ്യന് ഒരു മകനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രാജൻ. ചന്ദ്രനും രാജനും. ഇവർ 2 പേരും ഒരൊറ്റ സ്റ്റേഷനിൽ SIമാരായിട്ടിരിക്കുക. 2 പേരും. ഉദാഹരണമാണ്. ചിലപ്പോൾ സംഭവിച്ചേക്കാം, ചിലപ്പോൾ സംഭവിച്ചിരുന്നിരിക്കാം. സ്റ്റേഷനിൽ വരുമ്പോൾ ആർക്കെങ്കിലും പദവിക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ? ചന്ദ്രനും രാജനും തമ്മിൽ പദവിക്ക് കൂടുതലുണ്ടോ കുറവുണ്ടോ? പക്ഷെ വീട്ടിൽ വരുമ്പോൾ ചന്ദ്രൻ അപ്പനും രാജൻ മകനുമാണ്. ഇനി കുടുംബകാര്യം പറയുന്ന സമയത്ത് സ്റ്റേഷനിൽ വെച്ചാണെങ്കിലും അച്ഛാ അതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ മോനെ അതങ്ങനെയല്ലടാ എന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. ഏത് ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ? കുടുംബ ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ. ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അച്ഛാ അതങ്ങനെയെന്നല്ല. സർക്കാരിൻ്റെ രേഖയിൽ വരുമ്പോൾ 2 പേരും ആ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തുല്യ അധികാരം വഹിക്കുന്ന 2 SIമാരാണ്. വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. ഇവിടെ യഹോവയായ ദൈവവും തൻ്റെ ആത്മാവും കൂടി യേശുവിനെ അയച്ചപ്പോൾ, യെശയ്യാപ്രവചനം 48-ാം അധ്യായം 16-ാമത്തെ വാക്യം, യേശുനാമക്കാരുടെ ആകെ പിടിവിട്ടുപോയി അടിസ്ഥാനം തകർന്നു പോയ ഒരു വചനത്തെളിവാണത്. അത് വെച്ചപ്പോൾ സകല പണ്ഡിതന്മാരും ബൈബിൾ മടക്കി വിട്ടുപോയി. അപ്പോൾ യഹോവയായ ദൈവം തൻ്റെ ആത്മാവും എന്നെ അയച്ചു എന്ന് യേശു പറയുമ്പോൾ അവിടെ മുതലാണ് ആരായി മാറുന്നത്? പിതാവും പുത്രനുമായി മാറുന്നത്. പിതാവെന്ന് യഹോവയാം ദൈവത്തെ പിതാവെന്ന് പഴയ നിയമത്തിൽ 2 പ്രാവശ്യമേ പറയുന്നുള്ളൂ. അത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു. എന്നാൽ യേശു പുത്രൻ എന്ന നിലയിൽ പറയുമ്പോൾ പിതാവ് എന്ന നിലയിൽ മാത്രമേ യേശു ദൈവത്തെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടുള്ളൂ. പിതാവ് പോലും യേശുവിന് ഭാവിയിൽ വരാൻ പോകുന്ന, അത് ഞാനിതിൽ പറയുന്നുണ്ട്, ആരായിരുന്നു, ആരാകുന്നു, ആരായിത്തീരും എന്ന്. അപ്പോൾ ഭാവിയിൽ വരാൻ പോകുന്ന ആ പദവിയിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും പദവി എന്ന് പിതാവ് വിളിച്ചു പറയുന്നൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. എബ്രായർക്കെഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പുത്രനോടോ. അപ്പോൾ ഏത് വ്യൂവിലാണ് നോക്കുന്നത്? മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ ജീവിച്ച് പ്രവർത്തിക്കുന്ന കാലത്തെ കണ്ടിട്ട് പറയുകയാണ്, പുത്രനോടോ. ദൈവമേ നിന്റെ സിംഹാസനം, ഭാവിയിൽ വരാൻ പോകുന്നത്, തൻ്റെ കൃത്യങ്ങളെല്ലാം ചെയ്ത് നിർവഹിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. അടുത്തൊരു നാമത്തിന് ഇപ്പം ചിലർക്കൊക്കെ വിയോജിപ്പ് വരും. ചാടിക്കേറി എതിർക്കരുതേ, തെളിവ് തരാം. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വായിച്ചു വരുമ്പോൾ അവൻ ദൈവത്വ രൂപത്തിലിരിക്കുക എന്ന് ആദ്യം പറഞ്ഞ വാക്യമുണ്ടല്ലോ. എന്നിട്ട് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ പറയാണ്, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഏതുകൊണ്ട്? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഈ നാമം ഏതാണെന്ന് ചോദിച്ചപ്പോൾ പല പണ്ഡിതന്മാരും പറഞ്ഞു യേശു എന്ന നാമമാണെന്ന്. ഞാൻ പറഞ്ഞു അല്ല,
ആ നാമമല്ല. ആ നാമം ഇട്ടത് യേശു ജനിച്ചപ്പോൾ ശിശുവായിരുന്നപ്പോൾ പുരോഹിതൻ ദേവാലയത്തിൽ വെച്ച് അവർ യേശു എന്ന പേരിട്ടു. അതിടാനുള്ള കാരണം പറഞ്ഞു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നത് കൊണ്ട് രക്ഷകൻ എന്നുള്ള അർത്ഥമുള്ള യേശു എന്ന് പേരിട്ട്. ഇവിടെ പറയുന്ന അങ്ങനല്ല, അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് എന്ത് അനുസരണമുള്ളവനായി തീർന്നു? അർത്ഥാൽ അവൻ ക്രൂശിൽ മരിച്ചു. അതായത് പിതാവാം ദൈവം തനിക്ക് ജഡമായി വേറൊരു ശരീരമൊരുക്കി. എബ്രായർക്കെതിരെ ലേഖനത്തിൽ പറയുന്നതാണ് 10-ാം അധ്യായത്തിൽ. ആ ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്നവൻ പിതാവിനാൽ അയക്കപ്പെട്ടതിൻ്റെ ദൗത്യം എന്താണെന്ന് പൂർത്തീകരിച്ച് ക്രൂശിൽ യാഗമായി തീരുക. ശ്രദ്ധിക്കുക, ക്രൂശിൽ യാഗമായി തീരുക. നമുക്കറിയാം, സുവിശേഷങ്ങൾ വായിച്ചിട്ടുണ്ട്, പലപ്പോഴും യഹൂദന്മാർ യേശുവിനെ കൊല്ലാൻ നോക്കി. ഏതായാലും യാഗമാകാൻ വന്നത് എന്നാൽ അവിടെ വെച്ചുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. ഏൽപ്പിച്ചു കൊടുത്തില്ല, എൻ്റെ നാഴിക വന്നില്ല എന്ന് പറഞ്ഞ് പോയി, തെറ്റിമാറിപ്പോയി. യേശുവേ, ഏതായാലും മരിക്കാൻ വന്നതല്ലേ, എന്നാൽ 10-11 മുമ്പേ ആ പരിപാടികൾ നടത്തിച്ചിട്ട് പോകാൻ പാടില്ലേ, എന്തിനാ തെറ്റി ഒഴിഞ്ഞ് പോയേ? യേശുവിൻ്റെ മറുപടി, എടാ മക്കളെ, ഞാൻ നിന്നാലൊക്കെ കൊല്ലപ്പെടാൻ വന്ന, അതൊക്കെ നിനക്കൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ എന്നെ കൊല്ലാനൊന്നും എൻ്റെ പിതാവ് സമ്മതിക്കത്തില്ല. എൻ്റെ പിതാവ് ഒരു സമയം വെച്ചിട്ടുണ്ട്. പിന്നെ നീയൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ പട്ടിയെ തല്ലുമ്പോൾ ചുമ്മാ തല്ലിക്കൊല്ലാനൊന്നുമല്ല. അതിനൊക്കെ ഒരു വിധമുണ്ട്. ദൈവം മുന്നമേ പ്ലാൻ ചെയ്തിരിക്കുന്നൊരു വിധമുണ്ട്. വഴി സൈഡ് ഇട്ട് ചുമ്മാ അടിച്ചു കൊല്ലാനല്ല, ദേവാലയത്തിൻ്റെ മുറ്റത്തിട്ട് അടിച്ചു കൊല്ലാനല്ല. അതിനൊരു ഇടമുണ്ട്, അവിടെ ഒരു കുരിശുണ്ട്, അതേ തന്നെ വേണം. അപ്പോൾ ശ്രദ്ധിക്കുക, യഹൂദന്മാരാൽ വിധിക്കപ്പെട്ട് അല്ലെങ്കിൽ യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് കൊല്ലപ്പെടാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അതിനൊരു സമയമുണ്ട്, അതിനൊരു വിധമുണ്ട്, അതിനൊരു സമയമുണ്ട്. നീയൊക്കെ തോന്നും പോലെ, നിൻ്റെ സമയത്ത് നിനക്ക് തോന്നും പോലെ, നിനക്ക് തോന്നുന്ന ഇടത്ത് വെച്ച് കൊല്ലാൻ വേണ്ടി വന്നതല്ല യേശു. ആ ദൗത്യം താൻ സ്വീകരിച്ചു, അതുകൊണ്ട് അവനെ ഏറ്റവും ഉയർത്തി. മനസ്സിലാവില്ല? ഏത്? ഒന്നും കൂടി പറഞ്ഞാൽ, ജനിച്ചത് കൊണ്ട് കൊടുത്ത പേരല്ല, മരിച്ചത് കൊണ്ട് കൊടുത്ത പേര്. ഒന്നുകൂടി പറയാം, ജനിച്ചത് കൊണ്ട് യേശു എന്നുള്ള പേര് കൊടുത്തു, മരിച്ചത് കൊണ്ട് മറ്റൊരു പേര് കൊടുത്തു. അത് സകല നാമത്തിനും മേലായ നാമം എന്നാണ് പറയുന്നത്. അവർ ചോദിക്കും, സഹോദര, യേശു എന്നുള്ള നാമത്തിന് മുകളിലൊരു നാമമുണ്ടോ എന്ന് ഞാൻ വളരെ തെളിവുകളോട് വിശദീകരിച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പോൾ ആവർത്തിച്ച് കിടക്കുന്നില്ല. ഒറ്റ വാക്ക് പറയാം, യേശു എന്നുള്ള നാമം ഭൂമിയിൽ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നാമമാണ് യേശു എന്ന നാമം. അത് ഭൂമിയിൽ നിന്ന് മനുഷ്യരായ നമ്മൾ പറയുമ്പോൾ, എന്നാൽ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുന്നത് സകല നാമത്തിനും മേലായ ഒരു നാമം. ഇത് തമ്മിൽ മനസ്സിലാക്കാൻ ഞാൻ ഉദാഹരണം നേരത്തെ പറഞ്ഞിരുന്നു. ഒറ്റ വാക്കിൽ പറയാം, 3 ആൺമക്കളുള്ളൊരു വീട്. അവിടെ ഏറ്റവും ഇളയവനോട് ചോദിച്ചു, നിനക്ക് എത്ര ചേട്ടന്മാരുണ്ടടാ? എനിക്ക് 2 ചേട്ടന്മാരുണ്ട്. നടുവിലത്തിനോട് ചോദിച്ചു, നിനക്ക് എത്ര ചേട്ടനുണ്ടടാ? എനിക്കൊരു ചേട്ടനുള്ളൂ. ആഹാ, അപ്പോൾ നിൻ്റെ അനിയൻ പറഞ്ഞ് 2 ചേട്ടനുണ്ടെന്ന്. മൂത്തവനോട് ചോദിച്ചു, നിനക്ക് എത്ര ചേട്ടനുണ്ടടാ? എനിക്കൊരു ചേട്ടനുമില്ല. ആഹാ, അത് കൊള്ളാമല്ലോ. നിൻ്റെ അനുജനോട് ചോദിച്ചു പറഞ്ഞ് 2 ചേട്ടൻ, നിൻ്റെ ഏറ്റവും അനുജനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് 2 ചേട്ടന്മാരുണ്ടെന്ന്. അടുത്തനോട് ചോദിച്ചു പറഞ്ഞ് 1 ചേട്ടനുള്ളല്ലോ. ഇപ്പം നീ പറയുന്നത് ചേട്ടനില്ല. ഇതിനകത്ത് ഏതാണ് ശരി? ഇതെല്ലാം ശരിയാണേ. ഏറ്റവും ഇളയവൻ താഴേന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് എനിക്ക് മുകളിൽ 2 ഉണ്ട്. ഏറ്റവും മൂത്തവൻ മുകളിൽ നിന്ന് താഴോട്ട് നോക്കി, എനിക്ക് മുകളിലേക്ക് ആരുമില്ല, എനിക്ക് താഴെയുള്ളൂ. മനസ്സിലായോ? മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നാമം യേശു എന്ന നാമം മാത്രം. എന്നാൽ സ്വർഗത്തിൽ നിന്ന് പിതാവ് പറയുന്നു, അതിന് മുകളിലൊരു നാമമുണ്ട് മക്കൾ, അത് നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്കത് അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ ഉയരത്തിൽ നിന്നാണ് പറയുന്നത്. ആ നാമം ഏതാണെന്ന് എബ്രായർക്കെതിരെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മഹാപുരോഹിതനുള്ള പദവിയും ആ മഹത്വം അവൻ സ്വതവേ എടുത്തതല്ല, അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവന് കൊടുത്തതാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ, ആരെയാ ക്രൂശിച്ച്? യേശുവിനെ അവൻ കർത്താവും ക്രിസ്തുവുമായി ഉയർത്തി. അവിടെ 2 കാര്യമുണ്ട്. മരണത്തിൽ നിന്ന് ഉയർത്തിയപ്പോൾ 2 പൊസിഷനും കൊടുത്താണ് ഉയർത്തിയത്.
കർത്താവ് ക്രിസ്തു. അതിൽ ക്രിസ്തു എന്നുള്ള സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഉയർത്തപ്പെട്ടത്. ഏത്? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു, അതുകൊണ്ട് ഏറ്റവും ഉയർത്തി. റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിലും പറയുന്നുണ്ട്, തൻ്റെ പിതാക്കന്മാരുള്ള വാഗ്ദത്തം നിവർത്തിച്ചത് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചിട്ടാണെന്ന്. അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ഞാൻ മുന്നമേ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല, വീഡിയോയുടെ ദൈർഘ്യം കൂടും. അപ്പോൾ ആ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, മഹാപുരോഹിതൻ എന്നുള്ളൊരു നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു. മനസ്സിലായല്ലോ? മഹാപുരോഹിതൻ എന്നുള്ളൊരു നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ആർക്ക്? യേശു എന്നുള്ള പേര് ദൂതൻ മുഖാന്തരം കൽപ്പിച്ചു കൊടുത്ത് ആ പേര് സ്വീകരിച്ച് ആ പേരിൽ അറിയപ്പെട്ട് ആ പേരിൽ ജീവിച്ച് ആ പേരിൽ തന്നെ മരിച്ചവൻ ഇപ്പോൾ ഇതാ ദൈവത്താൽ ഒരു പേര് ലഭിക്കപ്പെടുന്നു. അതെന്താണ് അതിൻ്റെ പ്രത്യേകത അറിയാമോ? യേശു എന്ന് പറഞ്ഞാൽ രക്ഷകനാണ്. അത് പാപികൾക്കുള്ളതാണ്. നമുക്കെല്ലാവർക്കും അത് ആവശ്യമായി വന്നതാണ്. എനിക്കും കേൾക്കുന്ന താങ്കളൊരു വിശ്വാസിയാണ്, ദൈവവേദനാണെങ്കിൽ താങ്കൾക്കും അത് പ്രയോജനപ്പെട്ടു. യേശുവിലൂടെയാണ് നിങ്ങൾ ദൈവവേദനായി തീർന്നത്. എന്നാൽ ക്രിസ്തു എന്നുള്ള പദവി ഇവിടുത്തെ പാപികൾക്കുള്ളതല്ല. അതാണ് നമ്മൾ വളരെ ഗൗരവമായി പഠിക്കേണ്ടത്. ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ ഈ കർത്താവ് എന്നെ പഠിപ്പിച്ച വചന വെളിപ്പാട് ഞാൻ അവതരിപ്പിച്ചാൽ പെന്തക്കോസ്ത് പാസ്റ്റർമാർ പോലും വിഡ്ഢിത്തരം പഠിപ്പിക്കാതെ ഇറങ്ങിപ്പോകാൻ സഹോദര എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായത്. കർത്താവ് ഈ വെളിപ്പാട് അവർക്കും കൂടി തലമണ്ടേ കയറാനൊരു അവസരം എടുക്കണം. കാരണം തിയോളജി എന്ന് പറഞ്ഞ സാധനം വന്ന് ഇങ്ങനെ തലമണ്ടേ കയറി അടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. പണ്ടൊക്കെ ഈ പെട്രോൾ മാക്സിന് അകത്ത് മണ്ണെണ്ണയുണ്ട്, എയറുണ്ട്, നല്ല മാൻഡിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വെട്ടം വരുന്നില്ല. അതിനകത്ത് ഈ പിൻകുത്തി എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഈ ചെളി കയറി അടഞ്ഞിരിക്കുക. അവനൊന്ന് കുത്തിക്കളഞ്ഞപ്പോൾ നല്ല വെട്ടമായി. അകത്ത് മണ്ണെണ്ണയുണ്ട്, എയറുണ്ട്, തീയുമുണ്ട്, പക്ഷെ ചെളി കയറി ഹാൾ അടഞ്ഞിരിക്കുകയെന്ന്. പിൻകുത്തി കൊണ്ട് അടഞ്ഞിരിക്കുന്ന ചെളി കുത്തി പുറത്താക്കി കളഞ്ഞപ്പോൾ വെട്ടം വന്നതുപോലെ ഇവിടെ പല ആത്മീയ വചന സത്യങ്ങൾ ശോഭിക്കാതിരിക്കാൻ തിയോളജി എന്ന് പറഞ്ഞ കുറേ സാധനം കയറി തലമണ്ടയിൽ കയറി അടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുക. അവനെ ഒന്ന് കുത്തിക്കളയാൻ തയ്യാറായാൽ ഈ വെളിപ്പാട് ശോഭിച്ചു വരും. അപ്പോൾ യേശു എന്ന് പറയുന്ന പദവി രക്ഷകനാണ്. അത് ഏത് പാപിക്കും, ഏത് കള്ളുകുടിയനും, ഏത് തോന്നിവാസം ജീവിച്ചവനും യേശുവിൻ്റെ അടുക്ക വരാം. അവന് രക്ഷ ആവശ്യമായതുകൊണ്ട്. എന്നാൽ രണ്ടാമത് ലഭിച്ച പേര് മഹാപുരോഹിതൻ എന്നുള്ള പേര്, അതായത് അഭിഷിക്തൻ, അതായത് ക്രിസ്തു എന്ന് പറയാം. ആ പേര് സ്വീകരിച്ചപ്പോൾ ലഭിച്ച പദവി അവൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് പക്ഷപാതം ചെയ്യുന്നു. ആർക്ക് വേണ്ടി? പാപികൾക്ക് വേണ്ടിയല്ല, രക്ഷിക്കപ്പെടാത്ത പാപികൾക്ക് വേണ്ടിയല്ല. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. അവിടെ യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ ദൈവമക്കളായവരെ, അഥവാ ഒരു പാപം വന്നു പോയാൽ നിങ്ങൾക്ക് വീണ്ടും യേശുവിൻ്റെ സന്നിധിയിൽ ഒന്നോടെ വന്ന് ഒന്നും അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊന്നും കയറി വരേണ്ട ആവശ്യമില്ല. മഹാപുരോഹിതനായ ക്രിസ്തുവിനോട് പറയുക. അപ്പോൾ സുവിശേഷമൊക്കെ പറയുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾ പാപികളായ മനുഷ്യരെ, രക്ഷിക്കപ്പെടാത്തവരെ പരിചയപ്പെടുത്തേണ്ടത് ക്രിസ്തു എന്ന പദവിനെയല്ല, യേശു എന്ന പദവി, രക്ഷകൻ എന്നുള്ള പദവി. അങ്ങനെയല്ലേ? ആശുപത്രിയിലേക്ക് ചെന്ന് ഡോക്ടറെ കുറിച്ച് തന്നതിന് ശേഷമാണ് നമ്മൾ ലാബിൽ ചെന്ന് പരിശോധിക്കുന്നത്. ഡോക്ടറെ കണ്ടിട്ടതിന് ശേഷമാണ് ലാബിലേക്ക് ചെല്ലുന്നത്, നേരെ ലാബിലേക്കല്ല ചെല്ലുന്നത്. എന്നതുപോലെ തന്നെ, അല്ലെങ്കിൽ ചീട്ടെടുത്തിട്ടാണല്ലോ നമ്മൾ ഡോക്ടറെ എടുക്കാൻ ചെല്ലുന്നത്, നേരെ ഡോക്ടറെ അടുക്കലേക്കല്ല ചെല്ലുന്നത്. എന്നതുപോലെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് യോഹന്നാൻ വിളിച്ചതുപോലെ കുഞ്ഞുങ്ങളെ എന്നുള്ള വിളിക്ക് ആഹ്വാനത്തിൻ്റെ കീഴിൽ നാം വരുമ്പോൾ ഇനിയൊരു പാപം ചെയ്തു പോയാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പദവിയാണ് ക്രിസ്തു എന്ന പദവി. അപ്പോൾ ആദ്യം രക്ഷകൻ, പിന്നെ ക്രിസ്തു. ജഡമെടുക്കുന്നതിന് മുൻപ് എന്തായിരുന്നു പദവി എന്ന് ചോദിച്ചാൽ ആ പദവി ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഈ കൊല്ലംകാരൻ പറഞ്ഞ് യേശുവിന് 2058 വയസ്സ് പ്രായമുള്ളൂ. പിന്നെ ആ യേശു എങ്ങനെ ഈ ഭൂമിയും ഈ നക്ഷത്രവും ഈ താരങ്ങളും ഈ പൂച്ചെടിയൊക്കെ എങ്ങനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചല്ലോ. എൻ്റെ പൊന്നു സഹോദര, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന് അബദ്ധം പറ്റുമോ? ഇന്നേക്ക് 2058 വർഷം മുമ്പുണ്ടായിരുന്ന യേശു ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പം പിതാവിന് അറിയാൻ പാടില്ലായിരുന്നോ?
എടാ യേശു ജനിച്ചില്ലല്ലോ, ജനിക്കാൻ പോകണതല്ലോ, പിന്നെ എങ്ങനെ ലോകസ്ഥാനത്തിന് മുമ്പ് അറക്കപ്പെട്ടെന്ന് ചോദിച്ചോ? യേശു പറഞ്ഞല്ലോ അബ്രാഹാമിന് മുമ്പ് ഞാനുണ്ടെന്ന്. പിതാവിനും അറിയത്തില്ലായിരുന്നു, പുത്രനും അറിയത്തില്ല. കൊല്ലംകാരൻ ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന് അനൗൺസ് ചെയ്യുന്ന സ്വയം പ്രഖ്യാപിത പോപ്പായ അജിത്തിനറിയാമായിരുന്നു യേശുവിന് 2058 വയസ്സ് പ്രായമുള്ളത്. എൻ്റെ പൊന്നു സഹോദര, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായിട്ടില്ല. എല്ലാം അവൻ മുഖാന്തരം സൃഷ്ടിച്ചതാണ്. ഇത് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ യേശുവിൻ്റെ കൂടെ നടന്ന് ആത്മാവിനാൽ വെളിപ്പാട് പ്രാപിച്ച് ആത്മാവിനാൽ എഴുതി വെച്ചതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പിതാവാൻ ദൈവത്തെക്കാളും പുത്രനായ യേശുവിനേക്കാളും കൂടെ നടന്ന അപ്പോസ്തലനായ യോഹന്നാനേക്കാളും വലിയ അറിവും പാണ്ഡിത്യവും നേടിയിരിക്കുന്ന കൊല്ലംകാരൻ അജിത്ത് എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന അനൗൺസ്മെൻറ്റ് നടത്തുന്ന സ്വയം പ്രഖ്യാപിത പോപ്പെ, താങ്കൾ ബൈബിളൊന്ന് പഠിക്കുക, ഒന്ന് വായിക്കുക. എന്നിട്ട് വെറുതെ ഈ വെട്ടിത്തരൊക്കെ പറയാതെ വെറുതെ ബൈബിളൊക്കെ ഒന്ന് വായിക്കുക. ലോകസ്ഥാപനത്തിന് മുമ്പ് അറക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുമ്പോൾ തന്നെ യേശു പറയുന്ന അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടെന്നൊക്കെ പറയുമ്പോൾ സഹോദരൻ അജിത്തെ കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ താങ്കളോട് പറഞ്ഞ സമയം കളയുന്നില്ല. ഈ വചനം പഠിക്കുന്നവരുണ്ട്, അവരിലേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ സ്വർഗത്തിൽ ദൈവമായിരുന്ന യേശു എന്തിനാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നത്? ഫിലിപ്പിയർ 2:6-7 വായിച്ചാൽ അവൻ മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. മനുഷ്യനാകണമെങ്കിൽ ആ വേഷം, മനുഷ്യവേഷം സ്വീകരിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു രൂപം ഉണ്ടായിരുന്നല്ലോ. സംശയിക്കേണ്ട, ദൈവ രൂപത്തിൽ ഇരിക്കെ. ഇതൊക്കെ വായിച്ചിട്ട് അവൻ സകല സൃഷ്ടിക്കും ആദിജാതനാണെന്നും ദൈവത്തെ സൃഷ്ടിച്ചത്. ആലപ്പുഴയിലൊരു പ്രായമുള്ള അപ്പച്ചനുണ്ട്, പാവം. അദ്ദേഹം ഇത് തന്നെ പറഞ്ഞിട്ട് നടക്കുന്നത്. പിന്നെ നമ്മുടെ SVJയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. SVJ ഒക്കെ പിക്ചറോട് വന്നിട്ടുണ്ട്. എൻ്റെ അവതരണ രീതി ഒരു പ്രത്യേക രീതിയിൽ ആരും വേറെ തോന്നരുത് കേട്ടോ. ഈ SVJയുടെ ചില തുടർമാനമായിട്ടുള്ള വീഡിയോ കണ്ടപ്പോൾ ഈ ഇലക്ഷൻ വോട്ടെണ്ണുന്ന ആ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. ഇങ്ങനെ പറയണം, ഇന്ന മണ്ഡലത്തിൽ ഇന്ന പാർട്ടിയുടെ ഇന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് എതിർകക്ഷിയായിരിക്കുന്ന ഇന്ന സ്ഥാനാർത്ഥി ഇത്ര 1000 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ കാണാം, അതേ സംഭവം നേരെ തിരിഞ്ഞു. ആ ലീഡ് ചെയ്തിരുന്ന സ്ഥാനാർത്ഥി തൻ്റെ എതിർകക്ഷിയുടെ ഇത്ര 1000 വോട്ടിന് താഴെ വന്നിരിക്കുന്നു. കുറച്ചു നേരം കഴിയുമ്പം അതെ വീണ്ടും കുതിച്ചു കയറിയിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നിലവാരം മാറിക്കൊണ്ടിരിക്കുക. ആ പാർട്ടി കുറച്ച് നേരം ജയിച്ചു നിൽക്കും, എന്നാൽ ഇവിടുത്തെ പാർട്ടി തോക്കും. പിന്നെ ഈ പാർട്ടി തോക്കുമ്പോൾ ഈ പാർട്ടി ജയിക്കും. ഇങ്ങനെ ലീഡ് ചെയ്തിങ്ങനെ നിൽക്കുന്നത് പോലെ SVJയുടെ കണ്ടെത്തലുകൾ. ആദ്യം പറഞ്ഞ് യേശു ദൈവമാണെന്ന് ഒരു കാലത്ത് നടന്നു. പിന്നീട് വന്ന് യേശു ദൈവമല്ല, യേശു സൃഷ്ടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ വന്നപ്പോൾ പറഞ്ഞ യേശു ദൈവമാണ്, സർവശക്തനായ ദൈവമല്ല, വീരനാം ദൈവമാണ്. ഇപ്പോൾ വന്നപ്പോൾ എല്ലാം ദൈവങ്ങളായി. ഈ സാഹചര്യത്തിനനുസരിച്ച് നിലവാരം മാറുന്നു എന്ന് ഞാൻ പറയുന്നില്ല. ചില വാക്യങ്ങളൊക്കെ ഇപ്പോഴെ കണ്ണിൽ ഉടക്കുന്നത്, അന്നേരം പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം പടക്കം പൊട്ടിക്കാനും കൈ കടിക്കാനും കുറേ ആൾക്കാർ പറയുകയാണ്. അത് വേറൊരു കാര്യം. ഞാനിതൊക്കെ പറയുന്നത് സത്യ ഉപദേശം എന്താണെന്ന് ജനം അറിഞ്ഞിരിക്കണം. സത്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകരുത്, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ദൈവമായിരുന്നവൻ മനുഷ്യവേഷത്തിൽ വന്നത് എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, 5-ാമത്തെ വാക്യത്തിൽ ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് എനിക്കായൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ആ ശരീരമാണ് ജഡം, ആ ശരീരമാണ് മനുഷ്യൻ. ആ ശരീരത്തെ നോക്കിയിട്ടാണ് യേശു മനുഷ്യനാ നീ പറയുന്നത്. മനസ്സിലായില്ലോ? അതായത് കാലച്ചും തൊട്ടിട്ട് ആന തൂണ് പോലെ ഇരിക്കണമെന്ന് പറയുന്നത് പോലെ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അറിയുന്നില്ല. ഈ വാക്യം വായിച്ചിട്ടൊക്കെയാണ് മനസ്സിലാക്കുന്നത്. വേഷത്തിൽ മനുഷ്യനായി വന്ന കാലയളവുണ്ടല്ലോ, മറിയിൽ ജനിച്ചു ക്രൂശിൽ മരിച്ചു. ഇത് കണ്ടിട്ടാണ് മനുഷ്യനെന്ന് പറയുന്നത്. അതൊക്കെ ശരി, അത് യേശു തന്നെ സമ്മതിച്ചല്ലോ. മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു യോഹന്നാൻ 8:40 പറയുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ സമ്മതിക്കുന്നു, യേശു സമ്മതിക്കുന്നു. മക്കളെ, അതിന് മുമ്പൊന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ഓർമ്മയുണ്ട്. അത് മനസ്സിലായി, ഇപ്പം മനസ്സിലായി. വേറിട്ട ചിന്തകൾ കേട്ടപ്പോൾ മനസ്സിലായി. അതിൻ്റെ മുന്നമേ അവൻ ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെയായിരുന്നു, ദൈവത്തോട് സമത്വമുള്ളവനായിരുന്നു. പിന്നീട് അവൻ ജഡമെടുത്തപ്പോൾ മനുഷ്യനായി. ഇനി അവൻ പോകുന്നത്, ഇപ്പോൾ അവൻ പോയിരിക്കുന്നത്, അതാണ് ക്രൂശിലെ മരണത്തോടും അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അതായത് എബ്രായർ 5:10 വായിക്കുക. മഹാപുരോഹിതനുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇനി അത്
ഈ ജഡം ഇവിടെ യേശു എന്ന പേരിലും ക്രിസ്തു എന്ന പേരിലും തൻ്റെ ദൗത്യങ്ങൾ ചെയ്യുന്നതിനൊരു ആരംഭ അവസാനമുണ്ട്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി രക്ഷകനായി തീർന്നു. വീണ്ടെടുത്തവരെ അവരുടെ പാപത്തിൽ നിന്ന് അവരെ കഴുകി അവർക്ക് പിതാവിൻ്റെ മുൻപിൽ നിന്ന് പക്ഷപാതം ചെയ്യുന്ന വിശുദ്ധരായി നിൽക്കുവാൻ, അവർക്ക് വേണ്ടി പക്ഷപാതം നിൽക്കുവാൻ മഹാപുരോഹിതനായി നിൽക്കുന്നു. ഇനി സഭ എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ രക്ഷയ്ക്കുള്ള അവസരമില്ല. പിന്നെ അവിടെ പാപമോചനത്തിന് വേണ്ടിയുള്ള ആ ഒരു പക്ഷപാതം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ആ 2 ശുശ്രൂഷ തീർന്നതിന് ശേഷം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങി എല്ലാ നാവും യേശുവിനെ കർത്താവെന്ന് പറയേണ്ടി വരും. 4 ഘട്ടങ്ങളാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 1, മനുഷ്യനായി വരുന്നതിന് മുൻപ് ആദിയിൽ വചനമുണ്ടായിരുന്നു, അതായത് യേശു ഉണ്ടായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവത്തോട് കൂടിയായിരുന്നു. ദൈവത്തോട് കൂടെ എന്ന് പറയുന്നത് എന്താണെന്ന് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ ദൈവത്തോട് തുല്യനായിരുന്നു. അർത്ഥം പിതാവാൻ ദൈവത്തിന് എന്തെല്ലാം അധികാരങ്ങളും സ്ഥാനങ്ങളും പദവികളും ഉണ്ടോ അതെല്ലാം തുല്യമായി ഉണ്ടായിരുന്നവൻ. 2-ാം ഘട്ടം, ജഡമെടുത്ത് മനുഷ്യനായി ഭൂമിയിൽ വന്നു. അവൻ രക്ഷയ്ക്കുള്ള മാർഗം തെളിയിക്കേണ്ടതിന് മനുഷ്യനായി ജീവിച്ചു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. 3-ാം ഘട്ടം, താൻ കുഞ്ഞുങ്ങൾ, അതായത് ദൈവമക്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പിതാവിൻ്റെ മുന്നിൽ പക്ഷപാതം ചെയ്യുവാനായി മഹാപുരോഹിതനായി നിൽക്കുന്നു. 4-ാം ഘട്ടം, അവൻ കർത്താവെന്ന് പറയേണ്ടി വരും. അവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിൻ്റെ അടുക്കലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ മഹത്വപ്പെടുത്തണമേ. അത് കണ്ടിട്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, പുത്രനോടു നിന്റെ സിംഹാസനം എന്നേക്കുള്ളത്. അതെ, പിതാവിനാൽ അയക്കപ്പെട്ടപ്പോൾ യെശയ്യാ 48:16 പറയുന്നത് പോലെ യഹോവയായ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ചു, മനുഷ്യനായി അയച്ചു. ഞാൻ മനുഷ്യനായി ജീവിച്ചു, മനുഷ്യനെ പോലെ ഞാൻ ക്രൂശിൽ മനുഷ്യർക്ക് വേണ്ടി പരിച്ചു. ഇനി ഞാൻ മഹാപുരോഹിതനായി മഹോന്നതങ്ങളിലെത്തി മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി മഹാദൈവത്തിൻ്റെ മുന്നിൽ പക്ഷപാതം ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞു അവനൊടുവിൽ അവനെ കർത്താവ് എന്ന് പറയേണ്ടി വരും. അന്നാണ് ഇവരുടെ കണ്ണുകളൊക്കെ തെളിയാൻ പോകുന്നത്. എന്നെങ്കിലും കണ്ണു തുറന്നാൽ ആന അങ്ങനെയല്ല. ആനയ്ക്ക് പറയപ്പെടുന്ന ഭാഗങ്ങളെല്ലാം ഉണ്ടെങ്കിലും അതുമാത്രമല്ല ആന, അതിൻ്റെ അപ്പുറത്തേക്കും ചില കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ കർത്താവ് ഒന്ന് പോകണം, ഇല്ലെങ്കിൽ വേറിട്ട ചിന്ത കേൾക്കണം. അതുകൊണ്ട് പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയുന്നു, ഈ വചന പഠനം ഇതിനെതിരെ വലിയ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഞാൻ നിൽക്കുന്ന വിശ്വാസ വിഭാഗത്തിൽ നിന്ന് വന്ന വരെയുണ്ട്. അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. വളരെ എതിർപ്പുകളും പ്രതികൂലങ്ങളും ഉണ്ട്, വളരെ ആക്ഷേപങ്ങളുമുണ്ട്. ശൗലിൻ്റെ ആത്മാവും ഏകലൻ്റെ ആത്മാവും എല്ലാം കൂടിക്കലർന്ന് ഇതിനകത്ത് അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അനുഭവിക്കണമല്ലോ. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന പ്രിയ ശ്രോതാവേ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ദൈവദാസനെ, നിങ്ങളുടെ പ്രാർത്ഥന അതാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് വീണ്ടും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ഞാൻ ആവശ്യപ്പെടുന്നു. അതെനിക്കുണ്ട്. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗത്തിലെ നല്ല പിതാവേ, ഈ വചനം കേട്ട എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെക്കുറിച്ചുള്ളവരുടെ വ്യത്യസ്തമായ പല വീക്ഷണങ്ങളും മാറി വചനം എന്താണോ വെളിപ്പെടുത്തുന്നത് അത് പൂർണ്ണമായി അവർക്ക് ഗ്രഹിക്കുവാൻ, അവരുടെ ഹൃദയത്തിൽ അത് സ്ഥാനം പിടിക്കുവാൻ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാൽ അവരുടെ ഹൃദയത്തെ തുറന്ന് ഈ വചന സത്യങ്ങൾക്ക് അവർ ഗ്രഹിക്കാൻ കൃപ കൊടുക്കണമേ. ഇനി ഈ വചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനത്തിൻ്റെ മുന്നിൽ എത്തിക്കുവാനുള്ള കൃപ പരിശുദ്ധാത്മാവ് തരണമേ. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.